നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തീവ്രവാദ നിലപാടുകൾ കൈക്കൊള്ളുന്ന മുസ്ലിം സംഘടനകൾക്കെതിരെ കടുത്ത രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ടു പോകാൻ CPM തീരുമാനം. ജമായത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾക്കെതിരെ കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ കൈക്കൊണ്ട് തുറന്ന ആക്രമണങ്ങൾ അവർക്കെതിരെ നടത്തി ആശയപരമായ പ്രതിരോധം തീർത്ത് മുന്നോട്ടു പോകാനാണ് CPMന്റെ തീരുമാനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങൾ മുസ്ലിം വർഗീയതയ്ക്ക് എതിരാണ് എന്ന നിലപാട് ഉറപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്. RSSനെയും സംഘപരിവാറിനെയും മാത്രം തുറന്നു നിർത്തുകൊണ്ട് കാര്യമില്ലെന്നും ന്യൂനപക്ഷ വർഗീയ സംഘടനകളെയും ശക്തിയായി എതിർക്കുന്നതായി ജനമധ്യത്തിൽ ധാരണ പരത്തണമെന്നും CPM തീരുമാനിച്ചിട്ടുണ്ട്. സംഘപരിവാറിനും RSSനുമെതിരെയുള്ള CPMന്റെ കടന്നാക്രമണങ്ങൾ പലപ്പോഴും ഹൈന്ദവ ജനവിഭാഗങ്ങളിൽ ചെറിയൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് പരിഹരിക്കാനായി മുസ്ലിം സംഘടനകൾക്കെതിരെ രാഷ്ട്രീയ ആക്രമണം നടത്തണമെന്നുമാണ് CPM നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിനെ പോലും വെറുതെ വിടണ്ട എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ CPM. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ CPMന് നഷ്ടപ്പെട്ടിരുന്നു. ആ വോട്ടുകളെല്ലാം തിരിച്ച് തങ്ങളുടെ പെട്ടിയിൽ തന്നെ കൊണ്ടുവരണമെങ്കിൽ കടുത്ത തീവ്രവാദ നിലപാടുകളുള്ള മുസ്ലിം സംഘടനകൾക്കെതിരെ വലിയ തോതിലുള്ള ആശയപ്രചരണം നടത്തണമെന്നാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് CPMന്റെ രാഷ്ട്രീയ തന്ത്രം. ഏതായാലും SDPI, ജമായത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾക്കെതിരെ CPM നേതാക്കൾ ഓരോ തവണയും ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിനെതിരെ പോലും പിണറായി വിജയൻ കടന്നാക്രമണം നടത്തി. SDPIയുമായും അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയുമായും ലീഗ് ബന്ധപ്പെടുന്നുവെന്നും ലീഗിന്റെ രക്ഷകർത്തൃത്വം പോലും ഇത്തരം സംഘടന കയ്യിലാണെന്നുള്ള പിണറായി വിജയന്റെ ആരോപണം ലീഗിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. ലീഗ് അടക്കമുള്ള എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരു വരിയിൽ തന്നെ കെട്ടാനുള്ള CPMന്റെ ഈ രാഷ്ട്രീയ തന്ത്രം അവർക്ക് തിരിച്ചടിയാകുമെന്ന് ലീഗ് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ CPMന് അത് ഗുണകരമാവുകയാണ് ചെയ്യുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ BJPയിലേക്ക് ഒഴുകിപ്പോയ തങ്ങളുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് മുസ്ലിം സംഘടനകൾക്കെതിരെയുള്ള ആശയപ്രചരണം, പ്രതിരോധം CPM ശക്തമാക്കുന്നത്. ഒരു കാരണവശാലും വെൽഫെയർ പാർട്ടി, ജമായത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകൾക്കെതിരെയുള്ള തങ്ങളുടെ കടുത്ത വിമർശനങ്ങളിൽ ഒരു അയവും വരുത്തരുതെന്ന് CPMന്റെ നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം തന്നെ ജമായത്തെ ഇസ്ലാമിയെയും SDPIയെയും ഓരോ പ്രസംഗത്തിലും കടന്നാക്രമിക്കുകയാണ്. UDFന് ഇവരുമായി അവിഹിത ബന്ധമുണ്ട്, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക സംഘടനകളുടെ അതല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടുകെട്ടുമായി UDF കൈകോർക്കുമെന്നുള്ള പ്രചരണം സംസ്ഥാനത്തെങ്ങും അഴിച്ചുവിട്ട് ഹൈന്ദവ വോട്ടുകളെ ഏകീകരിച്ച് CPMനൊപ്പം നിർത്താനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഉപശാലകളിൽ രൂപപ്പെടുന്നത്. ആ തന്ത്രം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ ഇക്കാര്യത്തിൽ CPMന് കടുത്ത പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഏതായാലും ഹിന്ദു വോട്ട് ബാങ്കിനെ സുരക്ഷിതമായി നിർത്തി മുസ്ലിം തീവ്ര സംഘടനകളെ എതിർഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള കടുത്ത ആശയപ്രചരണം, തുറന്ന ആക്രമണമാണ് തങ്ങളുടെ രാഷ്ട്രീയ പോർമുനയായി CPM രൂപപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും CPM നേതാക്കൾ സൂചന നൽകുന്നു.